ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാഹ്, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഡേ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെ അതേ പണികളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ മോന് പോകുന്ന കാരണം അവനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സെറ്റാക്കും. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടാട്ടോ. കാരണം ഇന്നലെ ബീഫ് കറിയുടെ ഇതുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫിനുള്ളപ്പോൾ തന്നെ നാളെ എന്തായാലും പുട്ട് വേണം കേട്ടോ. പുട്ടും ബീഫും അടിപൊളി കോമ്പിനേഷനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുട്ടിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടുപൊടിയാണ് കേട്ടോ ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. 5 രൂപയുടെ പാക്കറ്റാണ് വാങ്ങാറുള്ളത്. അതിൽ അതിൻ്റെ ശരിക്കും അത് നിറയാൻ അത് നനയാൻ മാത്രമായിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത്രയും വെള്ളം ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അടച്ച് വെച്ചാൽ പിന്നെ നന്നായിട്ട് കുതിർന്ന് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റാക്കി. പിന്നെ തേങ്ങ കുറച്ച് ചിരകാണ്ടായിരുന്നു. തേങ്ങ പുട്ടിനും വേണം, പിന്നെ കറിക്കും വേണം കേട്ടോ. അങ്ങനെ പുട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് കറി ഉണ്ടാക്കണം. ഞാൻ സോയാ ചങ്ക്സ് വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് മോന് കൊടുത്തേക്കാൾ ആകുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ രാവിലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അവർക്കൊക്കെ മുത്തുവിനിവിടെ എന്തിനും കറി വേണം കേട്ടോ. എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നമ്മളിത് തേങ്ങാപ്പാലൊക്കെ വെച്ചിതാക്കും. തേങ്ങാപ്പാൽ ഉണ്ടെങ്കിലും കറി കൂട്ടും. അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ കറി വേണം. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല, ഞങ്ങൾക്കൊക്കെ കുറച്ച് മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ പുട്ട് ചുടാൻ വേണ്ടിയിട്ട് നിറക്കുമ്പോഴേക്കും മറ്റേ ഇവിടെ നമ്മൾ ഇറച്ചിയിലൊക്കെ ഇടുന്നൊരു ഇലയുണ്ട്, ചെടി ഉണ്ടല്ലോ, അതിവിടെ കുറേ ഉണ്ട്. അപ്പോൾ അത് ഒത്തെടുത്തുകൊണ്ടിട്ട് അതിലിട്ടാട്ടോ നല്ല സ്മെല്ലുണ്ടാവുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇടാറുണ്ട്. ഞാൻ പിന്നെ തിരക്കൂടി ഉള്ള സമയത്തൊന്നും അത് കട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എടുക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ മുത്തുവരി കൊടുന്നിട്ടതാണ്. അപ്പോൾ അത് നമ്മളെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുത്തുവിനെ കാണിച്ചിരിക്കും, ഇങ്ങനെയാണ് പുട്ട് കുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റൈലാക്കിയിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല സ്മെല്ല് കേട്ടോ. ആ ഇല ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം തിളച്ചതാകുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ കുറച്ച് വറക്കണം കേട്ടോ സോയ ചങ്ക്സിൻ്റെ കറിക്ക്. പിന്നെ ഇരുമ്പാമ്പുളി പുറത്തുണ്ട്, ഒരു 4-5 എണ്ണമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് മുത്തുവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുത്ത് പോയിട്ട് രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു, പുലർച്ചെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെടിയൊക്കെ നനഞ്ഞ് കണ്ടപ്പോൾ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്താട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ തന്നെ ഇങ്ങനെ ചെടിമുല്ലൊക്കെ വെള്ളം നനഞ്ഞ് മുറ്റൊക്കെ മഴ പെയ്ത് തോന്നിട്ടുള്ളൊരു മുറ്റം എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ വെള്ളമായിട്ട് ഇങ്ങനെ എടുക്കണാകുമ്പോൾ എനിക്ക് അത്ര വലിയതില്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഒരു രസമല്ലേ, നമ്മളെ ചെടിമുലും പൂമുലൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് ആ ചെടികളെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അവരിങ്ങനെ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കണത് കാണുമ്പോൾ, പൊടിയൊന്നും ഇല്ലാത്ത ഇലയൊക്കെ കാണുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമാണ് കേട്ടോ. അപ്പോൾ പൂവുകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ചെടി ഇങ്ങനെ എടുത്തതാണ്. നല്ല രസം. ഇവിടെ തെച്ചിപ്പൂവുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു 5-8 എണ്ണം ഉള്ളൂ. കാരണം പുതിയ ചെറിയ തൈയാണ്, അധികം ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ അടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് കായ്ച്ച് വരുന്നുള്ളൂ കേട്ടോ. കായ്ച്ചിട്ടുണ്ടാകുന്നില്ല. എന്നാൾ വെറുതെ പൂവിട്ടിട്ടൊക്കെ കരിഞ്ഞു പോയപ്പോൾ ഞങ്ങളിങ്ങനെ വെട്ടുവത്തിയൊക്കെ കൊണ്ടിട്ട് മുത്തുവിനെ പേടിപ്പിച്ചിട്ട് തന്നെ വെട്ടി കളയുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ശേഷമാകുന്നുണ്ട്. ഇതേപോലെ കുറച്ചൊക്കെ നിന്നിട്ടുണ്ടായിട്ടുണ്ട്, അധികം ഒന്നുമില്ല. എന്നാലും ഇനി നന്നായിട്ട് കായ്ക്കും തോന്നുന്നു. ഫസ്റ്റ് ടൈം അധികം ഇല്ലെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല മരം വണ്ണം വയ്ക്കും തോറും കുറേ കായ്ക്കുമെന്ന് പറയണേക്കാണ്ട്. അപ്പോൾ അത് ഞാൻ വാങ്ങാൻ വന്നപ്പോൾ രാവിലെ ഇവിടെ കർട്ടനൊന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. കാരണം ഞാൻ നേരെ കിച്ചണിൽ കണ്ട് പോയതാണ്, പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ കർട്ടനൊക്കെ പൊക്കി നോക്കിയപ്പോൾ പറമ്പിക്കൊക്കെ നോക്കുമ്പോൾ നല്ല രസം കേട്ടോ. അതേ മഴ ഇങ്ങനെ തോർന്നിട്ട് മേഘമൊക്കെ നല്ല ക്ലിയർ ആയിട്ടും ഇല്ല, എങ്കിലും കുറച്ചും മഴക്കാറുണ്ട് കേട്ടോ. ഇനിയും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ വെയിലും വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ആണ് വീഡിയോ എടുത്തിട്ട് നേരെ അങ്ങോട്ട് കിച്ചണിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് ഇല്ലേ, ആ ബോൾസ് പോലത്തെ, അപ്പോൾ അത് വെച്ചിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും കറി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അത്, കുട്ടികൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ മോനെ അധികം മീൻ അധികം നല്ല തീരെ മീൻ കൂട്ടുന്നില്ല. അപ്പോൾ ഇതിനാണെങ്കിൽ മീൻ കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എപ്പോഴും വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ അവർക്ക് നല്ല ഇഷ്ടമാണ് അവന്. അപ്പോഴത്തേന് ഞാൻ ചട്ടി വെച്ചിട്ട് അതിൽ കടുകിട്ട് വെളിച്ചെണ്ണയും കടുകൊക്കെ ഇട്ടിട്ട് നമ്മൾ സവോളയും പച്ചമുളകും ഒക്കെ കൂടിയിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഉരുളൻകിഴങ്ങ് ഞാൻ കുറച്ചൊന്ന് കുക്കറിൽ ഒരെണ്ണത്ത് കട്ട് ചെയ്തിട്ട് കുക്കറിൽ
ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നൊരു കുറുക്കൻ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അതിൽ ഉരുളൻകിഴങ്ങ് ഇടുന്നത്. അങ്ങനെ കറി വെക്കുമ്പോൾ എപ്പോഴും സോയയിൽ ഞാൻ ഉരുളൻകിഴങ്ങ് ചേർക്കാറുണ്ട്. അപ്പോൾ അതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അത് സെപ്പറേറ്റ് ഞാൻ വേവിക്കുള്ളൂ. പിന്നെ ഈ സോയ പിന്നെ കെറ്റിലിൽ നിന്ന് വെള്ളം എടുത്തിട്ടുണ്ട് ഒഴിച്ചിട്ട് ചൂടുവെള്ളം വെച്ച് ഒഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിഴിഞ്ഞെടുക്കണം കേട്ടോ. തിളപ്പിക്കാറൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടാറുണ്ട് അങ്ങനെ. പിന്നെ ചെറുതായ കാരണം കട്ടിയില്ല, അങ്ങനെ തന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ വലുത് വാങ്ങുമ്പോൾ പിന്നെ ഇരട്ടി പണിയാണ്. കാരണം നമുക്ക് വീണ്ടും അത് കട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര വലുപ്പമാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കഴിക്കുമ്പോഴൊക്കെ ആയിട്ട്. അപ്പോൾ അതും ഇതാക്കിയിട്ടുണ്ട്. മിക്സാക്കി വന്നപ്പോൾ നമ്മൾ തേങ്ങ ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ. നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ രാവിലെ അപ്പം അല്ലെങ്കിൽ പത്തിരി പുട്ടൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനത്തെ ഈ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ആരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ നമ്മളെ ഇതിട്ടിട്ടുണ്ട്, ഞാൻ ഗരം മസാല പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഈ കറി കണ്ടപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ദേഷ്യം പിടിക്കണം കേട്ടോ. അവന് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയും കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇതാക്കി കേട്ടോ. അവനക്ക് തീരെ ഇഷ്ടമല്ല വീഡിയോയിൽ ഇങ്ങനെ എടുക്കണം. ഞാനപ്പോൾ ഇതിൻ്റെ വ്ളോഗിൽ തന്നെ കുറേ ഇട്ടതിന് എന്തൊക്കെ ചൂടായി ദേഷ്യം പിടിക്കാന്നല്ല, എന്തിനാണ് നിങ്ങളെന്നെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചമ്മലാണ് അവനക്ക്. കുറേ എന്തെങ്കിലും പറഞ്ഞിട്ടാണെന്ന് നിന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പിന്നെ ബീഫിൻ്റെ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കണേ. പിന്നെ ഇതിലുള്ള ലൈവില് പറഞ്ഞ് ശരിയാന്ന് ആൾക്കാർ പറയുമ്പോണ്ടായിരുന്നോ? 1 കിലോ കറി ഇതിൻ്റെ ഉള്ളിൽ 2 ഇല്ല കഴിഞ്ഞ്. എന്ത് തളലായിരുന്നു? എന്ത് തളലായിരുന്നു ലൈവില്? 2 മണിക്കൂർ ഇല വറക്കാൻ നിക്കണോന്ന്. ഇപ്പൊ കണ്ടില്ലേ നമ്മളെന്ത് ചെയ്തോർത്താലും കുറ്റമുള്ളടോ. ഇന്നലെ ബീഫ് കണ്ടപ്പോൾ അപ്പ പറഞ്ഞാണ് നാളെ നമുക്ക് പുട്ടിടണം കേട്ടാന്ന്. ടേസ്റ്റ് ഉണ്ടാ? പിന്നെ അല്ല ഞാനല്ല ഉണ്ടാക്കി. അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു പച്ചക്കായ. പക്ഷെ കുഴപ്പമില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടിടണേ. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. അങ്ങനെ പിന്നെ ഞാനിവിടെ കഴിക്കാൻ കേട്ടോ. അപ്പം പുട്ടിലേക്ക് എന്തായാലും ബീഫിന് കേട്ടോ നല്ല ടേസ്റ്റ് കോമ്പിനേഷൻ അതല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുട്ടിനോടുള്ള കോമ്പിനേഷൻ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്ലീനിങ്ങിന് വന്നു കേട്ടോ. ഞാനാണെങ്കിൽ പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക പാത്രങ്ങളൊക്കെ അവിടെ അങ്ങനെ വെച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കുക എന്നുള്ളത് ചെയ്യൂല കേട്ടോ. കാരണം ആദ്യമേ ഞാൻ അങ്ങനെ തന്നെ ചെയ്യില്ല. ഇപ്പോൾ പിന്നെ തീരെയും ചെയ്യില്ല. കാരണം വേഗം ആക്കി വെക്കുക എന്ന് പറയുക. എന്തെങ്കിലും എനിക്ക് പെട്ടെന്നുണ്ടാവും ഒരു ചാവടി കഴിഞ്ഞാലോ അങ്ങനെ നല്ല വെയിലുണ്ടല്ലോ ഒരു ക്ഷീണമൊക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അപ്പോൾ അതവിടെ വെക്കണ്ട്, പാത്രങ്ങൾ കഴുകാണ്ട് വെക്കേണ്ടതെന്ന് കരുതിയിട്ട് വേഗം ചാവടി കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം ക്ലീൻ ആക്കിയിടും കേട്ടോ. ബാക്കി പിന്നെ അവിടെ കിടന്നിട്ട് എന്നാലും വേണ്ടില്ല എന്ന് കരുതിയിട്ട്. അപ്പോൾ അങ്ങനെ തുടക്കലും പാത്രം കഴുകലും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കറി വെക്കാനുള്ളത് തന്നെ ഞാൻ അതുപോലെ വേഗം തന്നെ റെഡിയാക്കി വെക്കും. ഒന്നുമില്ല ചിലപ്പോൾ മിക്കവാറും പോകുന്നുള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കറിയുടെ പണികളൊക്കെ കഴിയും കേട്ടോ. പിന്നെ എനിക്ക് അടിക്കലും തുടക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയായിട്ടുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയിൻ്റെ ശരിക്കും എനിക്ക് ഉച്ചക്കലത്തെ പണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ചോറ് ഞങ്ങളിതുപോലെ റൈസ് കുക്കറിലാട്ടോ വെക്കാം. ഇപ്പോൾ ഇടയ്ക്ക് മാത്രം അടുപ്പത്ത് വെക്കണം. കാരണം ഇപ്പോൾ ഇവിടെ വിറക് കുറവാണ്. പിന്നെ മഴയപ്പോൾ മടലൊക്കെ നനഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ വേണ്ടിയിട്ട് ഗ്യാസിന് റൈസ് കുക്കർ തന്നെ വെക്കുക കേട്ടോ. ഇവിടുത്തെ റൈസ് കുക്കറിൻ്റെ കഥ ഒന്നും പറയണ്ട. 1 വർഷത്തെ വാറൻറ്റി എന്ന് പറഞ്ഞിട്ട് ചാക്സിൻ്റെ ഫസ്റ്റ് ഇറങ്ങിയ റൈസ് കുക്കർ ഉണ്ടാവില്ലേ, നമ്മളൊരു സ്റ്റീലിൻ്റെ ചെമ്പല്ല, എന്നൊരു അലൂമിനിയത്തിൻ്റെ ചെമ്പിലാണ് ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് സ്റ്റീലൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത്. കുറേ വർഷമായിട്ടോ ചുരുങ്ങി എന്തായാലും ഒരു 14 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 14 മുകളിലായിട്ടുണ്ടാവും. ഞങ്ങൾ വീട് താമസിച്ചിട്ടുണ്ട് ഇവിടെ 9 വർഷമായി. പിന്നെ ഞങ്ങളവിടെ റെൻറ്റിന് താമസിച്ചിരുന്നു. റെൻറ്റിന് അവിടെ തന്നെ 5 വർഷം റെൻറ്റിന്
പിന്നെ ഞങ്ങൾ വീട് പണിയുള്ളപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു വർഷം നിന്നത്. അപ്പോൾ ശരി ഒരു 10 മാസം നിന്നു. അപ്പോൾ 6 വർഷം അങ്ങനെ ആയിട്ടുണ്ട്, ഇവിടെ 9. ശരിക്കും 10-15 വർഷമായിട്ടുണ്ട് ആ റൈസ് കുക്കർ ഇന്നും ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അൽഹംദുലില്ലാ 1 വർഷത്തെ ഗ്യാരണ്ടി പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഇപ്പോഴും അത് ഞാൻ യൂസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ എന്നിട്ട് ഇടയ്ക്ക് സ്റ്റീലിൻ്റെ ചെമ്പൊക്കെ ഇടയ്ക്ക് ഞാൻ വെക്കും കേട്ടോ. പക്ഷേ ആദ്യം നമുക്ക് കിട്ടിയ അലൂമിനിയത്തിൻ്റെ ചെമ്പൻ്റെ ആയിരുന്നു, ഇപ്പോഴും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് ശേഷമൊക്കെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ, അതായത് വേറെ കട അങ്ങനെ വീട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് അവരൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് പോവുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫസ്റ്റ് ഇറങ്ങുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും മിക്കുന്നത്. പിന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് അത് അത്രയും ഇതില്ലാത്ത എന്താ പറയുക ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ അന്ന് 1100 എന്തോ ഒരു ഇതിന് മേടിച്ചാണ് ഞാനത്. ഇപ്പോഴും അത് തന്നെ ഇട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേ റൈസ് കുക്കർ വെച്ചപ്പോൾ ചോറുണ്ടെങ്കിൽ തലേദിവസത്തെ ചോറിനെ ഇതാക്കി വെച്ചിട്ട് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആവിയിൽ വേവിക്കും, അല്ല ആവിയിൽ നിന്ന് ചൂടാക്കി എടുക്കും. അപ്പോൾ നമുക്ക് ശരിക്കും അന്ന് വെച്ച് ചോറ് പൊരിപ്പിച്ച പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് പിന്നെ പച്ചക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പച്ചക്കറിക്ക് മത്ത വാങ്ങിച്ച ഞാൻ പയറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ടാണ് മത്ത വാങ്ങിച്ചത്. പയർ നോക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മുതിര എടുത്തിട്ട് വെച്ച് കിട്ടും. അപ്പോൾ മുതിര ഒന്നും പയറിട്ടിട്ടൊന്നും കറി വെക്കാറൊന്നുമില്ല. പക്ഷെ എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നു, എല്ലാതും ഒരു ടെസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ ഞാനങ്ങനെ അതിന് വേണ്ടിയിട്ട് മുതിര ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ 2 സെപ്പറേറ്റ് ആട്ടോ വേവിക്കാൻ ഞാൻ. പിന്നെ സോയൻ്റെ ഒരു ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നാളേക്കുള്ളത് അരി, ദോശയ്ക്കുള്ള അരി ഇതാക്കാൻ വേണ്ടിയിട്ട് അരച്ചിക്കാൻ വേണ്ടി അരിയും ഉഴുന്നതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം ഉണ്ടോ അത് എടുത്തിട്ട് ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ആ വെള്ളത്തോട് തന്നെ ഞാൻ അരക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊങ്ങിയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതേ നമ്മളെ മത്ത അവിടെ വെന്ത് വന്നതിന് ശേഷം അതിൽ ഞാൻ വേവിച്ച മുതിരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും. പിന്നെ തേങ്ങ ഒഴിച്ചിട്ട് അതെടുക്കലാണ്. ഇപ്പോൾ ഇത് ഒരു അടിപൊളി റെസിപ്പി കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇല്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് സോയ ഞാൻ അതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിയിട്ടിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി അധികം എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആ കുറച്ച് എണ്ണ ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഫ്രൈ പാനൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് അടിയിൽ നിന്നും പിടിക്കാണ്ട് കിട്ടുക കേട്ടോ. അപ്പം നന്നായിട്ട് ഇതായി കിട്ടും, നല്ല ആയിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. മറ്റേതാണ് കുറേ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അലുമിനിയത്തിൻ്റെ ഒക്കെ ചീഞ്ഞിട്ടാകുമ്പോൾ കുറേ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ലോ ഫ്ലെയിം ഇട്ടിട്ട് എന്താ പറയുക ഒരു 2 ടീസ്പൂൺ അങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനത്തെ ഫ്രൈ പാനിൻ്റെ ഇങ്ങനെ ഇതിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് വേപ്പിലയിട്ട് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ അതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും പിന്നെ കോവയ്ക്കയും പച്ചമുളകും കൂടിയിട്ട് ഒന്നിട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചോറിൽക്കും അതുപോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാവില്ലേ, ചപ്പാത്തിക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു തുള്ളി വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ചപ്പാത്തിക്ക് കുറുമ പോലെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വൈകുന്നേരമൊക്കെ അങ്ങനെ കഴിക്കുക. രാവിലെയും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്കുള്ള നമ്മളെ ചോറിലേക്കുള്ള ആക്കണ കാരണം ഞാൻ അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ട് ഗ്രേവി ആക്കുന്നില്ല കേട്ടോ. കാരണം ഓൾറെഡി നമുക്ക് കറിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊരു ഉപ്പേരി പോലെ ആയിട്ട് ഒരു ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വാടി വന്നപ്പോൾ ആയിക്കൂടി ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേ ഒന്നിങ്ങനെ സൈഡിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ അത് ആണ് വേണമെങ്കിൽ നമുക്കത് ആദ്യം ഇട്ട് കൊടുക്കാം, കടുക് ഇട്ടിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതേ സൈഡിൽ തക്കാളിയും അതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് വഴന്നിങ്ങനെ കുഴഞ്ഞ് നിൽക്കണ്ട കേട്ടോ. കാരണം നമുക്ക് കോവയ്ക്കും കൂടിയിട്ട് ചേർക്കണ കാരണം എല്ലാം അങ്ങനെ സെപ്പറേറ്റ് ആയ പോലെ ഉണ്ടാവണമല്ലോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ അധികം വഴറ്റിയെടുക്കാത്തത്. പിന്നെ അതിൽ കുറച്ചുള്ള കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞതിൽ അധികം വെള്ളം ഒഴിക്കണം. ചോറിനൊക്കെ ആകുമ്പോൾ അത് വെള്ളം ഒഴിക്കണ്ട. അപ്പം നമുക്ക് ഗ്രേവി വേണ്ട, നമുക്കൊരു ഫ്രൈ പോലെ ആക്കി എടുക്കാമല്ലേ. പിന്നെ അതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സോയ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഒരിത്തിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടിച്ചതാണ് അതിട്ട് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ചിക്കൻ മസാല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മളെ ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിയാറായപ്പോൾ പിന്നെ മുത്തും വന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ കഴുകുക. ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ അങ്ങോട്ടും കൊണ്ടൊക്കെ പണികളൊക്കെ ചെയ്യും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പാവം ഹെൽപ്പ് ചെയ്ത് തരും. വീട്ടിലുള്ളപ്പോൾ ചെയ്ത് തരും കേട്ടോ. ഞാൻ വേണ്ടാന്ന് പറയും, പക്ഷേ ഞാനത് ചെയ്യുമ്പോൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ആൾ പാത്രമൊക്കെ കഴുകുക കേട്ടോ. പാവം എനിക്കിങ്ങനെ എന്തോ ഒരു വിഷമം തോന്നും. അപ്പം ഞാൻ പിന്നെ അടിച്ച് വരണ്ട. അപ്പം ഞാൻ അവിടെ അതൊക്കെ നേരത്തെ അടിച്ച് വാരിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ പോയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കള ലാസ്റ്റ് ചെയ്യാൻ നോക്കും, അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും പണി തന്നെ ആവില്ല. സ്ലാകുമ്പോഴത്തെ എന്തെങ്കിലുമൊക്കെ കച്ചറ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടി ഏറ്റവും ലാസ്റ്റ് ഞാൻ ക്ലീൻ ആക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇത് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള ഇതൊന്നും ഒരുപാട് എടുത്തിട്ടൊന്നുമില്ല. പിന്നെ കൂടുതൽ വീഡിയോ എടുക്കാത്തതിൻ്റെ മെയിൻ പ്രശ്നം തന്നെ ഇപ്പോൾ നിങ്ങൾ വോയിസ് ഓവർ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, എനിക്ക് കിതപ്പുണ്ട്. ചിലതൊന്നും പറയാൻ കിട്ടുന്നില്ല. അതൊരു ശ്വാസം മുട്ടുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടാണ് കയറും ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടുതലങ്ങോട്ട് വീഡിയോസൊന്നും ഞാൻ എടുക്കില്ല. വോയിസ് ഓവർ കൊടുക്കട്ടെ. പിന്നെ മുത്തുവിനോട് ഞാൻ കൊടുക്കാൻ പറഞ്ഞാലും എന്താ പറയുക, എനിക്കറിയില്ല, നീ എന്നെ കൊടുത്തു, നിനക്ക് ശീലം ഉണ്ടല്ലോ എന്ന് പറയും. അതിനെ ഞാൻ ബുദ്ധിമുട്ടിക്കണ്ടെന്നിരിക്കും. എന്നാലും നന്നായിട്ട് മുത്ത് വീഡിയോ എടുക്കുകയും പിന്നെ ഈ മറ്റേ ഷോർട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് എന്നോട് കാണിച്ച് തരുമൊക്കെ ചെയ്യും, ഇങ്ങനെ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിനെല്ലാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.